രാജാധിരാജാവും കർത്താധി കർത്താവും വീണ്ടും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനങ്ങളെ നേരുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മൾ ഈ ഭാഗം ചിന്തിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മാത്രമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമുക്കറിയാം, നമ്മളെല്ലാം അധികാരങ്ങളുടെ കീഴിലുള്ളതാണ്. നമ്മൾ രാജ്യങ്ങളുടെ അധികാരത്തിൻ്റെ പരിധിയിലാണ്, സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ അധികാര പരിധിയിലാണ്, ലോക്കൽ പ്രൊവിൻസുകളുടെ അധികാര പരിധികളിലാണ്. നമ്മൾ ജോലി സ്ഥലത്ത് കടന്നു ചെന്നാൽ അവിടെയുമുണ്ട് ഒരു അധികാര പരിധി. ഭവനത്തിൽ കടന്നു ചെന്നാൽ അവിടെയുമുണ്ട് ഒരു അധികാരത്തിൻ്റെതായ പരിധികൾ. അപ്പോൾ എവിടെയും നമ്മൾ അധികാരത്തിൻ്റെ പരിധികൾ ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്താലാണ് സകല അധികാരവും നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സർവശക്തനായ യേശുനാഥൻ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സാധിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ രാജത്വത്തെ, അതിൻ്റെ മഹത്വത്തെ, അതിൻ്റെ സകല ബഹുമാനത്തെയും വാഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുനാഥൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നത് ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടാണ്. പ്രാർത്ഥന അവസാനിക്കുന്നത് രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അധികാരത്വത്തെയും മഹത്വത്തെയും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പുകഴ്ത്തിക്കൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും നാം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നാം ഇത് ചെയ്യാറുണ്ടോ? നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ്, ക്രിസ്തുവേശുവാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ് എന്നുള്ള കാര്യം പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. പലപ്പോഴും അറിഞ്ഞുകൊണ്ടല്ല, പലപ്പോഴും നാം അറിയാതെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കെല്ലായ്പ്പോഴും ഒരു ബോധ്യമുണ്ടായിരിക്കണം, ഐഹികമല്ലാത്ത സ്വർഗീയമായ ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിയിലുള്ള വ്യക്തിയാണ് ഞാൻ. സ്വർഗീയ പിതാവിൻ്റെ ഒരിക്കലും അവസാനിക്കാതെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രജയാണ്, ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള കാര്യം നാം മറന്നു പോകല്ല. കർത്താവായി യേശുനാഥൻ അത് മറന്നില്ല. ശിഷ്യന്മാരെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ, തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും രാജ്യത്തിൻ്റെ മഹത്വവും രാജാവിൻ്റെ മഹത്വവും കൺഫസ് ചെയ്യുവാൻ നാം അറിഞ്ഞിരിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാരിവേശ് രാജാവ്, നമുക്കറിയാം, ഹല്ലേലൂയ, അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഒരു ജാതീയ രാജാവ് ഒരു അത്ഭുതം കൺമുന്നാലെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ആ രാജ്യത്വത്തെയും രാജാവിനെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്.
എന്നേക്കും നിലനിൽക്കുന്നതായ രാജ്യത്വം, അല്ലെ, ജീവനുള്ളതായ രാജ്യത്വം. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, സകല രാജാക്കന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം അതാണ്. സകല അധികാരികളുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈ അധികാരം ഒരിക്കലും നശിക്കരുതേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ തങ്ങളെ തന്നെ ദൈവത്തോട് സമനാക്കുന്നതൊക്കെ നമുക്ക് ചരിത്രരേഖകളോ അല്ലെങ്കിൽ തിരുവചനം നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അതിനെയെല്ലാം ദൈവത്തോട് സമന്മാരാക്കുന്ന സകല രാജ്യത്വങ്ങളെയും, ഏത് രാജ്യത്വങ്ങളെ ആയിക്കോട്ടെ, ഏതിനെയും ഇല്ലാതാക്കുന്ന ഒരു രാജ്യത്വമാണ് സ്വർഗീയ രാജ്യത്വം എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നതും സ്വർഗീയ രാജ്യത്വമാണ്. അല്ലെ, മത്തായി സുവിശേഷം 28 അധ്യായം 18 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായി യേശുനാഥൻ പറയുന്നുണ്ട്, ഭൂമിയിലെയും സ്വർഗത്തിലെയും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. അധികാരം നൽകുവാൻ പ്രാപ്തനായ പിതാവായ ദൈവം സകല അധികാരത്തെയും, അത് ഭൂമിയിലുള്ളതായിക്കോട്ടെ സ്വർഗത്തിലുള്ളതായിക്കോട്ടെ, ഏതധികാരത്തെയും കർത്താവായ യേശുനാഥന്റെ കരങ്ങളിലേക്ക് പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉള്ളൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളുമൊക്കെ. കൊളോസ്യ ലേഖനത്തിൽ നാം ധ്യാനിക്കുന്നത് പോലെ പുത്രന്റെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്താലും അവൻ്റെ വീണ്ടെടുപ്പിലാലും നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. നാം ഇന്ന് പുത്രന്റെ രാജ്യത്തിൻ്റെ അവകാശികളാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗം നമ്മൾ അല്ലെ അല്പമായിട്ടെടുത്താൽ തീരുന്ന ഒരു പോർഷൻ അല്ല. എങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കൺഫെഷൻസ്, ഈ രാജാവിനെയും ഈ രാജ്യത്വത്തെയും ഏറ്റുപറയുന്ന കൺഫെഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തി 6 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഇങ്ങനെ അപ്പോസ്തലൻ പറയുന്നു: ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതീക്ഷ ഈ രാജ്യത്തിൻ്റെയും ഈ രാജാവിൻ്റെയും വരവ് തന്നെ ആയിരിക്കട്ടെ, പ്രത്യക്ഷത തന്നെ ആയിരിക്കട്ടെ. നമുക്കും ഏറ്റുപറയാം, കർത്താവേ, സകല മഹത്വവും സകല പുകഴ്ചയും സകല ബഹുമാനവും നിനക്ക് നേരുന്നു. നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവേ അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ കൃപ ലഭിച്ചുവല്ലോ. ഞങ്ങളെ ഈ വചനത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ക്രിസ്തുവേശു ആകുന്ന ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു വാഴുന്ന ആ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും അതിൻ്റെ അനുഭവം വിളങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അപ്പച്ചൻ്റെ കരം വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണ്. അവിടത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. നീ എന്നേക്കും രാജാവായി വാഴുന്നു. ദയമായ കർത്താവ്, ഈ വചനങ്ങളാൽ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപ ധാരാളമായിട്ടുണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.